ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവരും ഈ വ്ളോഗ് നോക്കുമ്പോൾ അത് ഗുഡ് മോർണിംഗ്. ഞാൻ 6 മണിക്ക് എണീറ്റിട്ട് തന്നെ ഉള്ളത്, അതായതുകൊണ്ടാണ് ഞാൻ ഗുഡ് മോർണിംഗ് ചൊല്ലിയത്. അപ്പോൾ ഇത് സെക്കൻഡ് ആൻഡ് തേർഡ് ഡേയിൻ്റെ 2 ഡേയ്സിൻ്റെ വ്ളോഗ്സ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കവറാക്കുന്നത്. ഇല്ലെങ്കിൽ 7 ഡേയ്സിൻ്റെ കുറേ സീരീസ് ആയിട്ട് തീരും, പിന്നെ ഒരു സീരിയലായിട്ട് തീരുന്ന പോലെ ആവും നിങ്ങൾക്ക് എപ്പിസോഡ്സ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ടിബ്ലിസി ടൗണിൽ തന്നെ ഞങ്ങളുടെ റൂം, അവിടെ നിന്നുള്ള വ്യൂ. അപ്പോൾ സെക്കൻഡ് ഡേ ഞങ്ങൾ അത്ര പ്ലേസസ് കവർ ആക്കിയിട്ടില്ല. 3 പ്ലേസസ് സ്പോട്ട്സ് പോകുന്നിട്ട് 2 സ്പോട്ട് പോകാൻ കഴിഞ്ഞിന്. അപ്പോൾ അന്നത്തെ ഡേ ഫുൾ കുറച്ച് വേസ്റ്റ് ആയപ്പോൾ ഫീലായി. അപ്പോൾ തേർഡ് ഡേ 3-4 പ്ലേസസ് ഞങ്ങൾ കവർ ആക്കിന്. അപ്പോൾ 2 ആക്കിയിട്ടാണ് ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് ആക്കുന്നത്. ടു മച്ച് ലോങ് ഇടാനൊന്നും നല്ലതെന്നില്ല, എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടമാവില്ലായിട്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിള്ളേരെല്ലാം റെഡിയാക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആക്കാൻ വന്ന്. പിന്നെ 11 മണിക്ക് വന്നും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇരിക്കല്ല, ഞങ്ങളെ പോരല്ലേ. പിന്നെ സുബൈക്ക് കഴിഞ്ഞെങ്കിൽ എല്ലാ സ്പോട്ട്സ് കവർ ആക്കാൻ കഴിയും. ഒരു 8:30 ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാൻ വന്ന്. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ എൻ്റെ പ്ലേറ്റ് കാണിക്കാം. അപ്പോൾ ഇത്രയാണ് ഞാൻ തിന്നാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. കുറേ ഒന്നും എടുത്തിട്ട് ഇത് കുറേ ഒന്നല്ലേ. അപ്പോൾ റെഡി ആയിട്ട് ഞങ്ങൾ ഫസ്റ്റ് സ്പോട്ട് പോകാൻ വേണ്ടി പ്ലാൻ ആക്കിയത് KTW, കക്കേറ്റിയൻ ട്രഡീഷണൽ വൈൻ മേക്കിംഗ് പ്ലേസ്. അപ്പോൾ അവിടെ മെയിൻ ജോർജിയൻ പ്ലേസ് ചെല്ലുമ്പോൾ വൈനും പോർക്കും കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഫുഡിലെല്ലാം ഭയങ്കരമായിട്ട് ഹലാൽ ഫുഡ്, പിന്നെ നമുക്ക് തിന്നാൻ കഴിയുന്ന ടൈപ്പ്, ഇപ്പോൾ പോർക്ക് ഇൻക്ലൂഡ് അല്ലാത്തതും. ഇപ്പം ഞങ്ങൾ ലഞ്ച് സ്കിപ്പ് ആയിക്കോണേ. രാവിലെ ഹോട്ടലിൽ ഇങ്ങനെ തിന്നെങ്കിൽ ഉച്ചയ്ക്ക് സ്നാക്സ് ജ്യൂസ് എന്നും കുടിച്ചിട്ട് പിന്നെ ഈവനിങ് ആകുമ്പോൾ എന്തെങ്കിലും തുർക്കിഷ് റെസ്റ്റോറൻറ്റ് പോയിട്ട് ഷവർമ അങ്ങനത്തെ എല്ലാം തിന്നുകൊണ്ടെങ്കിൽ ഫുഡിലൊക്കെ അപ്പോൾ ഭയങ്കര പ്രശ്നമാണ് പോകുന്നവർക്കെല്ലാം. അതൊന്ന് മെയിനായിട്ട് നിങ്ങൾ നോക്കണം. പിന്നെ പോകുന്നതിന് മുന്നേ എല്ലാ സ്പോട്ട് ഫുഡിന് മെയിനായിട്ട് നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നെങ്കിൽ അത് നോക്കിയിട്ട് വെച്ചിട്ട് പോകുന്നതാണ് നല്ലത്. അപ്പോൾ ആ വൈനെ കുറിച്ചിട്ടെല്ലാം ട്രഡീഷണൽ ആയിട്ടുള്ളത് എത്ര ടൈം ഒരു സ്റ്റോർ ആക്കുന്ന വെക്കുന്നല്ല, അതിനെ കുറിച്ചിട്ട് ഹിസ്റ്ററിയിൽ കൊണ്ടായി. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്പോട്ട് ഞങ്ങൾ പോയത് അപ്പം എനിക്ക് തോന്നുന്നു സിഗ്നാഗി അല്ല സൈനാഗി എന്ന് അങ്ങനെ എന്തോ ഒരു പ്രൊനൗൺസിയേഷൻ എനിക്ക് തോന്നുന്നു, ഞാൻ കറക്റ്റായിട്ട് ചെന്നു. ഓക്കെ, എനിവേ അപ്പോൾ എന്തായാലും പ്ലേസിൻ്റെ പേര് അറിഞ്ഞില്ല എല്ലാവർക്കും, അത്ര മതി. അപ്പോൾ അത് ഭയങ്കര ഓൾഡ് ഹെറിറ്റേജ് ടൈപ്പ്, ഭയങ്കര വ്യൂവും ആയിട്ടുള്ള ഒരു ചർച്ച്. എല്ലാം കൂടെ മെയിനായിട്ട് നമുക്ക് ഓരോ കൺട്രിയിലും ഓരോ ഇതിരിക്കുന്നില്ലേ ഹൈലൈറ്റ് ആയിട്ട്. അപ്പോൾ ഇവിടെ എല്ലാം പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള ചർച്ചസ് ഭയങ്കര ബ്യൂട്ടിഫുൾ എല്ലാം കാണാൻ വേണ്ടി. അപ്പോൾ പുറത്ത് മാമ ഇങ്ങനെ ഇരുന്ന് നോക്കിക്കൊണ്ട് നീ എന്ത് പെണ്ണാക്കുന്നെത്തി അങ്ങനെ നടന്ന് താഴേക്ക് പോയി. അപ്പോൾ ഇതാണ് ഞാൻ ചെല്ലിയ ചർച്ച്, സിഗ്നാഗി. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലൊരു സീനറി ഉണ്ട്, സൂപ്പർ സീനറി. അപ്പോൾ ഇവിടെല്ലാം കുറച്ച് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തിട്ട് അമ്മനെ ഒരു 30 മിനിറ്റ്സ് ഇവിടെ കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് മെയിൻ പ്ലാൻ ആക്കിനി. ഇത് ടിബ്ലിസി സിറ്റിയിൽ നിന്നൊരു 1.5 hour ഇങ്ങനെ എല്ലാ പ്ലേസൊക്കെ ഉണ്ട് ഡിസ്റ്റൻസ്. ടൗണിലേക്ക് ഇനി ബാക്ക് ടു റൂം പോകണമെങ്കിൽ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഇതൊരു 5 o'clock ടൈം ഇത്. അപ്പോൾ നെക്സ്റ്റ് സ്പോട്ടിക്ക് പിന്നും പോകാനുണ്ട് ഒരു 30 മിനിറ്റ്സ്. അപ്പോൾ ഇവിടുന്ന് കവറാക്കിയിട്ട് പോകാനാണ് പ്ലാൻ ആക്കി. അപ്പോൾ ഇത് ഇവിടുത്തെ ഫേമസ് ക്യാൻറ്റീൻ്റെ പേര്, അപ്പോൾ ഈ ക്യാൻറ്റീൻ്റെ പേര് ചർക്കല്ലാഞ്ചിലത്തെ നമുക്ക് വലിയ ഇഷ്ടമായിട്ട് ഭയങ്കര പുളി ഗ്രേപ്പ് ജ്യൂസിൽ ഇങ്ങനെ ഡിപ്പാക്കിയിട്ടുള്ള വാൾനട്ട്സ്, അത് പിന്നെ വിത്ത് വീറ്റ് ഫ്ലോർ അങ്ങനെ എന്തോ തോന്നുന്നു. എന്നെ കൊണ്ട് ഒരു വെയിറ്റ് അല്ലാതെ എക്സ്ട്രാ തിന്നാൻ കഴിഞ്ഞിട്ട്. അപ്പോൾ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് ഞങ്ങൾ ഇങ്ങനെ പോകാൻ വേണ്ടി പ്ലാൻ ആക്കിയിട്ട് വൈക്ക് അവിടെ കുറേ നായി ഞങ്ങൾ മേലേക്ക് വരക്കുന്ന കണ്ടിട്ടാകുമ്പോൾ ഞാൻ പേടിച്ച് ഡെയിലി ഞങ്ങളെ സിറ്റിക്ക് തന്നെ വിടാം. അത് കഴിഞ്ഞിട്ട് ആ ഹോട്ട് ബലൂണിൻ്റെ ഞങ്ങൾ ഒരു ഇത് ബാക്കിയുണ്ടായി. 1 day മുന്നേ ഞങ്ങൾ അത് ആക്കുന്നതായിട്ട് ക്ലൈമറ്റ് നേരില്ലാത്തതുകൊണ്ട് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ കവറാക്കാനായിട്ട് ഞങ്ങൾ ടൗണിലേക്ക് പണ്ടെത്തി. അപ്പോൾ എൻ്റെ മോൻ എന്തെല്ലോ ചൊല്ലിക്കൊണ്ട് ബലൂൺ മീത്ത പാറുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുണ്ട് പിള്ളേർ. അപ്പോൾ നെക്സ്റ്റ് ഞങ്ങൾ ടേൺ ആയതുകൊണ്ട് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് അവിടെ വെയിറ്റ് ആയിക്കൊണ്ടായത്. ഓൾറെഡി അത് ബലൂൺ മീത്ത ഇങ്ങനെ ഫ്ലൈ ആയിട്ടുണ്ടായി. ഇപ്പോൾ ഫൈനലി ഞങ്ങൾ ടേൺ വന്നു. ഇപ്പോൾ എയർ ബലൂൺ മീത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടുണ്ട്. പിന്നെ അത് അങ്ങനെ ഫ്ലൈ ആകുന്നില്ല, പള്ളിയിലുള്ള കൊണ്ട് ഒരു ഇത്ര ഡിസ്റ്റൻസ് മാത്രം. അത് ഞങ്ങൾക്ക് ആ മീത്ത പോയിട്ടാകുമ്പോൾ കംപ്ലീറ്റ്ലി ടിബ്ലിസി ടൗണിൽ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കാണാൻ കഴിയുന്നു. 1 day ബിഫോർ ഞാൻ പോയ മദർ ഓഫ് ജോർജിയൻ്റെ സ്റ്റാച്യു എല്ലാം കാണുന്നവിടെ, പിന്നെ പീസ് ബ്രിഡ്ജ്, വേറെ കുറച്ച് സ്പോട്ട്സ്, ചർച്ചസ് എല്ലാം ഞങ്ങൾ ഇങ്ങനെ റോഡിൽ പോകുമ്പോൾ കണ്ട സംഭവങ്ങളെല്ലാം ഇതിൽ നമുക്ക് മീത്ത പോയിട്ടാകുമ്പോൾ കാണും. ഇപ്പോൾ ഒരു 5 to 10 minutes കഴിഞ്ഞിട്ട് അപ്പനെ ബലൂൺ എനിക്ക് തോന്നുന്നു 5 to 10 minutes ഉണ്ടാവുമോ ഒരു സംശയം, കഴിഞ്ഞിനിന്ന് തോന്നുന്നു.
അപ്പോൾ ഓൾറെഡി ഈവനിങ് ആയി, ഓൾമോസ്റ്റ് 6:30 ആയി ടൈമാകുമ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറൊരു സ്പോട്ടിൽ പോകാറുമ്പോൾ പിന്നെ ടയേർഡായിട്ട് ഫീലായി. അപ്പോൾ ഞങ്ങൾ നിരീച്ച് ഇനി വേണ്ട എന്തെങ്കിലും ഡിന്നറാക്കിയിട്ട് റൂമിലേക്ക് പോയിട്ട് റെസ്റ്റ് എടുക്കാമെന്ന് നിരീച്ച്. പിന്നെ പിള്ളേരെല്ലാം കൊണ്ട് കുറേ വാക്കാക്കിയിട്ട് പോയിട്ടാകുമ്പോൾ ഓരോ ഹാൻഡിലാക്കിയിട്ടാകുമ്പോൾ ഭയങ്കര ടയേർഡാണ്. കുറേ അങ്ങനെ ഇതാക്കാൻ കഴിയുന്നില്ല, സ്പോട്സ് കവറാക്കാൻ കഴിയുന്നില്ല വിത്തിൻ 1 day. പിന്നെ ചെറിയ കുഞ്ഞും ഉണ്ടല്ലേ. അപ്പോൾ കിടാക്കല്ലിരിക്കുമ്പോൾ ഞാൻ പാക്കിംഗ് ആക്കുന്ന വീഡിയോയിൽ എന്തെങ്കിലും ഇൻക്ലൂഡ് ആക്കാത്തത് കൊണ്ട് എല്ലാം നിങ്ങൾക്ക് ക്യാരി ആക്കുന്നതാണ് നല്ലത്. അപ്പോൾ എല്ലാവരും കാണുന്നത് ഓൾറെഡി ഡാർക്കായിട്ട് ഇത് പ്രീസ് ബീച്ചിൻ്റെ അടുത്ത് താഴെന്ന് കാണുന്നത്. ആ സ്പോട്ട് എന്തായാലും നാളെ കവറാക്കാൻ പ്ലാനാക്കി. ഞങ്ങളിപ്പോൾ വരുന്ന വഴിക്ക് പീസ് ബ്രിഡ്ജ് 1 day ബിഫോർ ഞാൻ ഇവിടുത്തെ നിങ്ങൾക്ക് ലൈറ്റ് വ്യൂ എല്ലാം കാണിച്ചിട്ടുണ്ടായിന്. അപ്പോൾ മുന്നത്തെ വ്ളോഗ് നോക്കിയിട്ടുള്ളവർക്ക് മനസ്സിലാവും. വരുന്ന വഴിക്ക് ഒരാളോട് എൻ്റർടൈൻമെൻറ്റ് ഷോ ഉണ്ടായി. അപ്പോൾ ഇയാളുടെ മ്യൂസിക് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് വന്നാക്കി നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ വരുന്ന മുന്നേ അത് അങ്ങനെ സ്റ്റോപ്പ് ആക്കേണ്ടി വന്ന് ഡിന്നറാക്കി പിന്നെ ഞങ്ങൾ റൂമിൽ പോയി. അപ്പോൾ ഞാൻ ഫസ്റ്റിൽ കാണിച്ചൊരു ബ്രെഡ് ഐറ്റമിൽ അത് ഇവിടുത്തെ കച്ചാപ്പൂരി, അതിവിടെ ഫേമസ്. അതിൽ കുറേ ഓപ്ഷനുണ്ട്, ചിക്കനുണ്ട്, ചീസുണ്ട്, പിന്നെ ഇത് രാജ്മ നമ്മൾ മാഷ്ഡ് ഒരു ദാലിൽ അതിലാക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എടുത്തത് ചീസ് ആൻഡ് രാജ്മ. ഞാൻ തിന്നത് രാജ്മ. ഇറ്റ് വാസ് ഗുഡ്. ഒരു നമ്മൾ പപ്സിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് മാത്രം, അത്ര ക്രഞ്ച് ഇല്ല, ഭയങ്കര സോഫ്റ്റ് ഇത്. അപ്പോൾ ഇതാണ് ക്രോണിക്കിൾ ഓഫ് ജോർജിയ. അപ്പോൾ ഈ സംഭവം കുറേ ഹിസ്റ്ററി ഉണ്ട്. ഇപ്പോൾ ഞാൻ ചെലങ്കി ഞങ്ക് പിന്നെ തിരല എല്ലാ സ്പോട്ട്സ് കുറച്ച് നമുക്കിങ്ങനെ വാക്കിംഗ് ഡിസ്റ്റൻസ് ഉണ്ട്. ഇപ്പോൾ താഴെ ഇത്ര സ്റ്റെപ്സ് കയറി മീത്തൊക്കെ പോകണം അവിടെ. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് സ്റ്റെപ്സ് കയറിയിട്ട് കാണുന്ന വ്യൂസാണ് ഇങ്ങനെ ക്ലിപ്പ് എടുത്തുകൊണ്ടുണ്ടായിന്. പിന്നെ നമ്മൾ ഒരിടത്തേക്ക് ട്രാവലാക്കിയാൽ നമ്മൾ മെയിൻ സംഭവം പോയെങ്കിൽ പിന്നെ ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന അതേ ഒരു സംഭവം. അപ്പോൾ വേൾഡ് ഡേ തന്നെ ഓരോ പ്ലേസ് പോകുന്ന ഫുള്ള് വീഡിയോസും ഫോട്ടോസും. ഞാൻ നിങ്ങൾക്ക് ഈ മെയിനായിട്ട് വീഡിയോ ഇടാനുള്ള കാരണം ജസ്റ്റ് ഗ്ലിംസസ്, ലൈക്ക് എല്ലാ വോളായിട്ട് എക്സ്പ്ലെയിൻ ആക്കുന്നില്ല. ഈച്ച് പ്ലേസസിൻ്റെ മെയിൻ വാർഡൊക്കെല്ലാം ട്രാവൽ ആക്കുക. നിങ്ങൾക്ക് അപ്പോൾ നെക്സ്റ്റ് ആരെങ്കിലും ട്രാവൽ ആക്കുന്നത് നിങ്ങൾക്കായിട്ട് ലിസ്റ്റ് ആക്കാൻ കഴിയുന്നല്ലേ, വാർഡൊക്കെല്ലാം ട്രാവൽ ആക്കണം. അതാണ് മെയിൻ ഇൻറ്റൻഷനിൽ ഞാൻ പോസ്റ്റ് ആക്കിയത്. പിന്നെ മെയിൻ റീസൺ എപ്പം നോക്കിയെങ്കിൽ ഫോണിൽ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ സ്റ്റോറേജ് ഫുള്ള് പോപ്പാന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇത് യൂട്യൂബിൽ ഇപ്പോൾ ഇട്ട് അങ്ങനെ ഞങ്ങൾക്കെല്ലാം ഇതിനെല്ലാം വീഡിയോസെല്ലാം ക്ലിയർ ആക്കല്ലേ. പിന്നെ നമുക്ക് എപ്പോഴും ഇവിടെ സ്റ്റോറായിട്ട് ഇരിക്കുന്നല്ലേ, എപ്പോൾ വേണം നോക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയതൊരു ചർച്ച്. ഇത് വേറെ തന്നെ ടിബ്ലിസി ടൗണിലുള്ളൊരു ചർച്ച്. ഇന്നലെ ഞാൻ ഈ സെക്കൻഡ് ഡേ ട്രാവലാക്കി ആ ചർച്ച് അത് വേറെ ഒരു 1 hour ടിബ്ലിസി ടൗണിൽ പോകണം. ഈ ചർച്ചിൻ്റെ പേര് ആക്ച്വലി ഈ ചർച്ചിൻ്റെ പേര് എനിക്ക് മറന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഭയങ്കര പ്രൊനൗൺസിയേഷൻ മത്സ്തിന്ദ പാർക്ക് അങ്ങനെയാണ് പ്രൊനൗൺസ് ആക്കുന്നത്. അപ്പോൾ ഇതൊരു ട്രെയിൻ ഇങ്ങനെ നമ്മൾ നോർമലി മെട്രോ പോകുന്ന സ്ട്രൈറ്റ് അല്ല, ഇത് താഴെ ഇങ്ങനെ മീത്തൊക്കെ സ്ട്രെയിറ്റ് പോകുന്നതാണ്. ഭയങ്കര ഒരു ഇത്. അപ്പോൾ ഇതാണ് മത്സ്തിന്ദ പാർക്ക്. ഭയങ്കര തന്നെ എൻ്റെ ഒരു പേര് ഇത്ര കഷ്ടം വരുന്നു. ഞാൻ ഒരു 10 കുറി പ്രൊനൗൺസ് ആക്കിയിട്ട് ലാസ്റ്റ് ഇപ്പോൾ ഫൈനലി ഓക്കെ ആയി. അപ്പോൾ അവിടെ പോയിട്ടാകുമ്പോൾ വേറെ എന്തില്ല, കുറച്ച് കിടാക്കൊക്കെ നല്ല റൈഡ്സും പിന്നെ ഷോപ്സെല്ലാം ഉണ്ട്. മാത്രം എല്ലാം വന്നുണ്ട്, എന്ത് കാണാൻ കഴിഞ്ഞിട്ടാണ്. ഞങ്ങൾ ഗൈഡ് ചെയ്യില്ല till 9 o'clock ഉണ്ട്. ബട്ട് താഴ്ന്ന മീത്തൊക്കെ ആകുമ്പോൾ ഒരു 8 ആണെന്നത്ര. അപ്പോൾ എല്ലാം ക്ലോസ് ആയിട്ട് അതിനോട്. പിന്നെ വേറെ എന്താക്കാൻ പൂടിയില്ലായിട്ട് ഞങ്ങൾ കേബിൾ കാർ കണ്ടിട്ടാകുമ്പോൾ കേബിൾ കാറിലിരുന്ന്. അപ്പോൾ കേബിൾ കാർ മീത്തും തായോള് പോയിട്ട് ബൈക്ക് അതൊരു റൗണ്ട് എടുത്തിട്ട് ബൈക്ക് ഒരു വേറെ സ്റ്റേഷൻ പോയിട്ട് താഴ്ന്ന മീത്തോള് വന്നിട്ട് ബൈക്ക് ഡ്രോപ്പ് ആക്കുന്നു ഞങ്ങളെ. എന്നിട്ട് അതേ സെയിം ട്രെയിനിൽ മീത്തം തായോള് ബൈക്ക് പോകണം. അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗിനെ ഞാൻ എന്തായാലും സ്റ്റോപ്പ് ആക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് 4th ഡേൻ്റെ വ്ളോഗായിട്ട് ഞാൻ നെക്സ്റ്റ് വ്ളോഗിൽ വരാം. ബൈ ബൈ.